വെൽക്കം ബാക്ക് ടു ഗൈസ്. ഇത് നിങ്ങൾക്ക് ആളെ മനസ്സിലാവുന്നുണ്ടോ? ഫിറു തന്നെയാണ്. ഫിറുടെ താടി എടുക്കാൻ തീരുമാനിച്ചു. ഫിറു അത് എടുത്തു അല്ലേ ഫിറു? യെസ്. എനിക്ക് ശരിക്കും ഇടക്കിടക്ക് ആളെ മാറിപ്പോണ്ട് എന്തെങ്കിലുമൊരു സംഭവമുണ്ട്. അപ്പൊ നമ്മൾ ഈ ഒരു വ്ളോഗ് ഒരു സർപ്രൈസ് ആണല്ലേ ഫിറു? നമ്മള് എങ്ങോട്ടേക്കാണ് എന്നാന്നൊന്നും പറയുന്നില്ല. നമ്മളൊരു ഇന്റർനാഷണൽ ട്രിപ്പ് പോവാണല്ലേ. അപ്പം എവിടേക്കാണെന്നുള്ളത് നമ്മൾ അടുത്ത വ്ളോഗിലായിരിക്കും പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഗസ് ഒക്കെ ഉണ്ടെങ്കിൽ ചെയ്യാം, ഗസ് അടിക്കാം എവിടേക്കായിരിക്കും നമ്മൾ പോകുന്നെന്നുള്ളത്. അപ്പം നമുക്കിങ്ങനെ പോണ വഴിയുള്ള കുറച്ച് മീൻസ് ഇപ്പം നമ്മൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവാണ്. നമുക്ക് കൊച്ചിയിൽ നിന്നാണ് ഫ്ലൈറ്റ്. രാത്രി 11 ടൈം പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവും. നമ്മളെ ഫ്ലൈറ്റ് രണ്ടാമത്തെ യാത്രയാണ് ഫ്ലൈറ്റിലുള്ളത്. ആദ്യം നമ്മൾ മുംബൈ പോയി, ഇത് നമ്മൾ അങ്ങനെ. അപ്പൊ എവിടേക്കാണ്? ഇന്ത്യക്ക് വെളിയിൽ. എങ്ങനെയാണ് എന്താന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യട്ടാ. നമുക്ക് പോകുന്ന വഴിക്ക് നമ്മൾ വിശ്വസിച്ചൊക്കെ കാണിച്ചു തരാം. അപ്പൊ നമ്മൾ ആദ്യം വിചാരിച്ചത് ട്രെയിനിന് പോവാന്നായിരുന്നല്ലേ. പക്ഷെ ബ്ലോക്കും റോഡ് പണിയൊക്കെ ആയിട്ട് നമുക്ക് അങ്ങനെ ട്രെയിൻ മിസ്സായി. അങ്ങനെ നമ്മള് ബസ്സിൽ കയറി അല്ലേ. ഭാഗ്യത്തിന് ഒരു ബസ് കിട്ടി. പക്ഷെ ബസ്സാണെങ്കിലും ഭയങ്കര ലേറ്റ് ആയിട്ടാണ് എത്തിയത്. ഭയങ്കര സ്ലോ ആയിട്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നുണ്ടായിരുന്നത്. കുറെ വിഷ്വൽസ് ഇങ്ങനെ എടുക്കുന്നത് ഞാൻ ഭയങ്കര ഉറക്കുന്നു. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ വിഷ്വൽസ് എടുക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. KSRTC സാധാരണ സൂപ്പർ ഫാസ്റ്റ് പോകുന്നത് ഒരു ഫാസ്റ്റ് ഷിഫ്റ്റിന്റെ പുതിയ ബസ്സുമാണ്. പക്ഷെ എനിക്കൊന്ന് പുതിയ ഡ്രൈവർ ആയതുകൊണ്ടായിരിക്കാം ഭയങ്കര സ്ലോ ആയിരുന്നു. ശരിക്കും നമ്മൾ 2 hour മുന്നേ ഒക്കെ എത്തേണ്ടതാണ്. പക്ഷെ നമ്മൾ നല്ല ടെൻഷൻ അടിച്ചു. നമുക്ക് 11:45 ഫ്ലൈറ്റ് ഉള്ളത് നമ്മളൊരു 10:30 ഊബർ ഭയങ്കര സ്പീഡില് നമ്മള് പേയ്മെന്റ് ചെയ്യുന്നത് പിന്നെ കയറിയതിനു ശേഷമാണ്, ചെക്ക് ഇൻ ചെയ്തതിനു ശേഷം. നല്ലൊരു മനുഷ്യനായിരുന്നു. അവർക്ക് നമ്മുടെ അവസ്ഥ നന്നായിട്ട് മനസ്സിലായി. അങ്ങനെ നമ്മള് ചെക്ക് ഇൻ ഒക്കെ ചെയ്തു. വീൽ ചെയറിനെ കുറിച്ചുള്ള ഡിസ്കഷൻ ആണ് ഇപ്പൊ നിങ്ങള് കണ്ടോണ്ടിരിക്കുന്നത്. എയർ ഏഷ്യയിലാണ് കേട്ടോ നമ്മള് പോകുന്നത്. എയർ ഏഷ്യ ഫ്ലൈറ്റില്. ഇപ്പൊ ഞാൻ സർപ്രൈസ് ആയിട്ട് പിന്നെ പറഞ്ഞുതരാന്നൊക്കെ പറഞ്ഞെങ്കിലും നിങ്ങളിപ്പോ കണ്ടിട്ടുണ്ടാവും നമ്മൾ ബാങ്കോക്കിലോട്ടാണ് വന്നേക്കുന്നത് അല്ലേ. വേൾഡ് മലയാളി ഫെഡറേഷന്റെ ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട്. അപ്പം ഗ്ലോബൽ കൺവെൻഷൻ, അതിൽ ഞാൻ സംസാരിക്കുന്നുണ്ട്. വീൽ ചെയറിൻ്റെതായിരുന്നു കുറച്ചൊരു സങ്കടം. നമ്മള് ഈ ഒരു ഇവോക്സിന്റെ വീൽ ചെയറിന് പവർ കൂടുതലാണല്ലേ, ബാറ്ററി പവർ കൂടുതലായിരുന്നു. അതുകൊണ്ട് അവരെ ബാറ്ററി തന്നു വിട്ടില്ല. വീൽ ചെയർ മാത്രമാണ് ഇപ്പൊ നമ്മുടെ കയ്യിലുള്ള ജീവനില്ലാത്ത വീൽ ചെയർ. എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ഇപ്പൊ അത് മാറിയിട്ടില്ല ആക്ച്വലി. നമ്മളെ അസിസ്റ്റ് ചെയ്തിരിക്കുന്ന ഈ സെബിൽ എന്ന് പറയുന്ന കുറെ വീഡിയോ ഒക്കെ കാണുന്ന ആളായിരുന്നു. ഭയങ്കര സന്തോഷം. നന്നായിട്ട് ഹെൽപ്പ് ഒക്കെ ചെയ്തു. നമ്മളെ ഇപ്പുറത്ത് ക്യൂവിന്റെ അപ്പുറത്ത് നിർത്തിയപ്പോ പിന്നെ മറ്റേ സ്റ്റാപ്പിളക്കിട്ട് അപ്പുറത്ത് കൂടെ പോകുമ്പോൾ അങ്ങനെ അവസാനം കേറി. നമ്മളിതേ കേറിയിട്ട് എനിക്ക് വിൻഡോ സീറ്റ്, എനിക്ക് ശരിക്കും എന്റെ സീറ്റാണ് കേട്ടോ. എപ്പോഴും എന്റെ സീറ്റ് അടിച്ചു മാറ്റാണ്. സോറി. നമ്മള് ഫ്ലൈറ്റ് നമ്മള് രാത്രി ട്രാവൽ ചെയ്യുന്നതും ഇത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നത് നമ്മൾ ഇന്റർനാഷണലി ആദ്യമായിട്ടല്ലേ പോണേ. നമ്മളൊരു 3 മണിയാകുമ്പോഴത്തേക്ക് എത്തി. 4:30 അത്രയൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ അതേ നമ്മള് ടേക്ക് ഓഫ് ചെയ്തോണ്ടിരിക്കും. ശരിക്കും രാത്രി നമ്മള് ഫ്ലൈറ്റിലിരിക്കുമ്പോ ഇങ്ങനെ ഈ കയറുന്ന സമയത്ത് അത്ര ഇങ്ങനെ കാണുന്നു. കുറച്ച് കഴിഞ്ഞാലും ഒന്നും കാണില്ല അല്ലേ. ഞാൻ കണ്ടിരുന്നു കുറച്ച് കഴിയുന്നവരുണ്ട്. തമിഴ്നാടിന്റെ മുകളിൽ കൂടെ എത്തിയപ്പോ പിന്നെ ഏറ്റവും കുറച്ച് കഴിയുമ്പോ പിന്നെയും ബെൽറ്റ് ഇടാൻ പറയും, ബെൽറ്റ് ഇടാത്തവരോട്. അപ്പൊ നമ്മൾ വീണ്ടും ബെൽറ്റ് ഇടണം. ഇത് നമ്മൾ തായ്ലൻഡ് എത്തി കേട്ടോ. ഇത് തായ്ലൻഡിലെ വ്യൂ ആണ്, ടോപ്പ് വ്യൂ ആണ്. ഞാൻ പിന്നെ വേറെ വിഷ്വൽസ് ഒന്നും എടുത്തില്ല. നമ്മുടെ ലൈറ്റ് അനുസരിച്ച് ഇവരുടെ ലൈറ്റ് നോക്കുമ്പോഴത്തേക്ക് എന്തോരാണ്. ഭയങ്കര അങ്ങനെയല്ല പറയാ, വികസിത രാജ്യം. അവരുടെ എനിക്കൊന്ന് റുപ്പീസ് തായ് ബാത്ത് ഭയങ്കര കൂടുതലാണ്.
പിന്നെ ഇത് നമ്മള് എത്തിക്കൊണ്ടിരിക്കുന്നു. ഞാൻ അതിന്റെ ഇടയിൽ തായ്ലൻഡ് ഡെവലപ്പ് ആണോ എന്ന് നോക്കാം. നമ്മള് ഇതാ വിമാനം ലാൻഡ് ചെയ്തിരിക്കുന്നു. ഡെവലപ്പിംഗ് തന്നെയാണ്. ഡെവലപ്പിംഗ് പക്ഷെ എന്നാലും ഭയങ്കര ഡെവലപ്ഡ് ആണ്. ഡെവലപ്പിംഗ് ആണ്. നമ്മളെക്കാട്ടിലും കുറച്ചും കൂടെ ഇന്ത്യനെക്കാട്ടിലും കുറച്ചും കൂടെ അതാണ്. അപ്പൊ ഇത് നമ്മള് ഇവിടെ ബാങ്കോക്കിലെത്തി. പിന്നെ നമ്മൾ അവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ ഇവര് തന്നെ ഇങ്ങോട്ടേക്ക് കയറ്റി നിന്ന് മറ്റേ ഒരു വണ്ടിയിലാണ് ഇഷ്യൂസ് എടുത്തിട്ടുണ്ട്. നമ്മളിവിടെ എനിക്കൊന്നു മാത്തുക്കുട്ടിയും അവരൊക്കെ ഉണ്ടായിരുന്നില്ലേ, രാജ് കലേഷൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ പ്രോഗ്രാമിൽ വന്നെയാന്ന് തോന്നുന്നു. നമ്മള് ശരിക്കും സഹ എന്ന് പറഞ്ഞ പരിപാടിയിലാണ്, വുമൻസ് വിങ്ങിന്റെ അതിലാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പം അതിന്റെയൊക്കെ വിശേഷങ്ങൾ നമ്മൾ പയ്യെ പറയാം. ഇതേപോലത്തെ വിമാനത്തിലാണ് നമ്മളും വന്നത്, എയർ ഏഷ്യയുടെ അല്ലേ. അപ്പൊ നമ്മള് ഇവര് ഇപ്പൊ കാണുന്ന ആളെ നമ്മളെ ഹെൽപ്പ് ചെയ്തു. കാരണം നമുക്ക് ഇവിടെ ഇറങ്ങിയപ്പം അവരെ പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യാൻ നമ്മളതില് ഇത് വൈഫൈ ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ, ഇവിടുത്തെ സിം വർക്കിംഗ് അല്ലല്ലോ. അപ്പൊ ഈ ആളാണ്, ഇവരാണ് നമുക്ക് വൈഫൈ എന്നതല്ലേ, ഹോട്ട്സ്പോട്ട്. അവർക്ക് ഇംഗ്ലീഷ് അറിയില്ല, ഇംഗ്ലീഷ് അറിയാതെ ഇവിടത്തുള്ളവർക്ക് അധികം ഇംഗ്ലീഷ് അറിയില്ല. പക്ഷെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞ അയാള് ഫോണിലൊക്കെ കാണിച്ചു കൊടുത്ത് ഹോട്ട്സ്പോട്ട് എന്ന് പറഞ്ഞപ്പോ അങ്ങനെയോ മനസ്സിലായി. പിന്നെ നമ്മളെ കൊണ്ടുവരുന്നത് അവരായിരുന്നു. അതായത് നമ്മള് ഒരാള് തിരിച്ച് നമ്മളെ പിക്ക് ചെയ്യാൻ വരുന്നത് വരെ, നമ്മുടെ ആള് തിരിച്ചെത്തുന്നത് വരെ ആള് വെയിറ്റ് ചെയ്തിരുന്നു. ഇങ്ങനത്തെ കുറെ നേരം വെയിറ്റ് ചെയ്തു. എന്താ നോക്കിക്കാൻ മക്കളെ, എന്റെ വീൽ ചെയർ തള്ളിക്കൊണ്ടു വന്നു. ഞാൻ അതില് വെറുതെ, എനിക്ക് ശരിക്കും സങ്കടമാണ്. ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചു ഞങ്ങളപ്പോൾ ഉള്ളവർക്ക് ട്രാവൽ ചെയ്യേണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മളവിടെ ഷൗട്ട് ചെയ്തിട്ട് നമ്മൾ സങ്കടപ്പെട്ടിട്ടോ കാര്യമില്ല. അത് അവരുടെ റൂളാണ്. ബാറ്ററി പവർ കൂടുതലാകുമ്പോൾ അവർക്ക് സേഫ്റ്റി ഇഷ്യൂസ് ഉണ്ട്. ഓൾറെഡി ഫ്ലൈ ചെയ്തതായിരുന്നു, പക്ഷെ അത് ഡൊമസ്റ്റിക് ആയിരുന്നല്ലോ. ചെറിയ പക്ഷെ എന്നോട് മുന്നേ ഒരാൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഹജ്ജിന് പോയപ്പോ ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. തായ്ലൻഡ് ഭയങ്കര ഡിസേബിൾഡ് ഫ്രണ്ട്ലി ആയിരുന്നല്ലോ എയർപോർട്ട്. നമ്മൾക്ക് പോകാൻ പ്രത്യേക ലിഫ്റ്റ്, പ്രത്യേകമായിട്ടുള്ള ഒരു പാത, അങ്ങനെയൊക്കെ വേറൊരു മനുഷ്യനും കടക്കരുത് വെച്ചിട്ടുണ്ട്. പിന്നെ പാർക്കിങ്ങിന് അവിടെ കണ്ടിരുന്നു അവിടെ ഡിസേബിൾഡ് ആൾക്കാർ. അത് ഇവിടെ ഉണ്ട്, എന്നാൽ പോലും അവിടെ മാത്രമേ ആൾക്കാർ വരത്തുള്ളൂ, അങ്ങനെയൊക്കെയാണ്. ഇപ്പൊ ഇയാള് നമ്മളെ കൊണ്ടുവന്നതൊക്കെയും ഡിസേബിൾഡിന്റെ ആ ഏരിയയിലൂടെ മാത്രം. ഡിസേബിൾഡ് വേറെ ആരും ഇടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മളങ്ങനെ ബാങ്കോക്കിൽ ഇറങ്ങിയിട്ട് നേരെ റൂം അവർ ബുക്ക് ചെയ്തിട്ടുള്ളത് അംബാസിഡർ ഹോട്ടലാണ്. അപ്പം നമ്മൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഇവിടുത്തെ ടാക്സി ഒക്കെ എല്ലാം അവർ അറേഞ്ച് ചെയ്താൽ പറ്റുന്നുണ്ട്. ടാക്സി കാണാൻ